എത്ര കണ്ടാലും മടുക്കാത്ത ഒരു സ്ഥലമാണ് എനിക്ക് വർക്കല, പ്രത്യേകിച്ച് ഇവിടുത്തെ നൈറ്റ് ലൈഫ്. അതുകൊണ്ട് മാത്രം ഒരു വർഷത്തിനുള്ളിൽ ഇതിപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് കേട്ടോ ഞാനിവിടെ വരുന്നത്. ഇത്തവണത്തെ വർക്കല യാത്ര ഇത്തിരി സ്പെഷ്യൽ ആയിരുന്നു. ഞാനും ഗോപിയും കൂടി ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടാണ്. കംപ്ലീറ്റ്ലി എ സിസ്റ്റേഴ്സ് ഡേ ഔട്ട്. സൺസെറ്റ് കാണാനായിട്ട് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയ മുതലാണിത്. പിന്നെ പതിവ് പോലെ ഇന്നും ലേറ്റ് ആയതുകൊണ്ട് സൺസെറ്റ് പോയിട്ട് ഒരു സണ്ണിന്റെ ലൈറ്റ് പോലും കാണാൻ പറ്റിയില്ല. വണ്ടി ഇറങ്ങി നേരെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിലിട്ട് പോയി. ഇവിടെയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ, ഓറ ഹോം സ്റ്റേ വർക്ക്. അനാദിക്കുന്നതാണ് എന്റെ ഒരേ ഒരു അളിയൻ. അളിയനോട് നമ്മൾ ഇത്തവണ കടപ്പെട്ടിരിക്കുകയാണ്, കാരണം ഈ സ്റ്റേ സെറ്റ് ആക്കി തന്നത് അളിയനാണ്. ഇനി നെക്സ്റ്റ് 2 days നമ്മൾ താമസിക്കാൻ പോകുന്നത് ഈ റൂമിലാണ്. ഈ സ്റ്റേയിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഈ കോർണറാണ്. ഞാനിവിടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് അവിടെയായിരുന്നു കേട്ടോ. പിന്നെ ഒട്ടും സമയം കളയാതെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. ഓറേന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമായിരുന്നു ബീച്ചിലിട്ടുണ്ടായിരുന്നത്. നൈറ്റ് ഇവിടെ ഫുള്ള് പാട്ടും ഡാൻസും ആൾക്കാരും ബഹളും കാറ്റും കടലൊക്കെ ആയിട്ട് വേറൊരു വൈബാണ് കേട്ടോ. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളൊരു കല്ല് കട കണ്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തു, ഇഫ് യു നോ യു നോ. പിന്നെ നമ്മൾ ഈ പയ്യനെ കണ്ടു. ഈ തലയിൽ വെച്ചേക്കുന്ന സാധനം വെച്ച് നോക്കാനും പിന്നെ ഈ ഒരു കോളിന്റെ വീഡിയോ എടുക്കാനും ഞാൻ അവന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വന്നു. പിന്നെ അവിടെ ഉള്ളതെല്ലാം ഇങ്ങനെ കറങ്ങി നടന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ബോർഡ് കണ്ടത്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അറൗണ്ട് ഒരു 12 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിലെത്തി. ആയിരിക്കുന്നതാണ് രാഹുൽ ഇഞ്ചക്കോട്, എന്റെ ഒരേ ഒരു അളിയൻ. പിന്നെ ഞങ്ങൾ 3 ആളും കൂടി അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. കാര്യം മുമ്പ് പലവട്ടം വർക്കിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ താമസിക്കാൻ പറ്റിയത് ഇതാദ്യമായിട്ടായിരുന്നു. ഓൾ താങ്ക്സ് ടു അളിയൻ വൺസ് അഗൈൻ. പിന്നെ വെളുപ്പാങ്കാലത്ത് എപ്പോഴും ഞങ്ങളൊന്ന് ഉറങ്ങി. അപ്പോൾ day 2 ഗൈസ്. ഇന്ന് ഞാനും ഗോപിയും ട്വിന്നിങ് ആണ് കേട്ടോ. രാവിലെ തന്നെയാണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ റെഡിയായി കുറച്ച് നേരം ഞങ്ങൾ സ്നേക്ക് ആൻഡ് ലാഡർ ഒക്കെ കളിച്ചു. ഞങ്ങളുടെ ചെറുതിൽ ഞങ്ങൾ എപ്പോഴും കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിയായിരുന്നു സ്നേക്ക് ആൻഡ് ലാഡർ. അപ്പോഴേക്കും നമുക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടോ. എനിക്ക് ചില സ്ഥലങ്ങളിൽ താമസിച്ചിട്ട് പോകുമ്പോൾ ആ റൂമിനോടൊക്കെ എനിക്കൊരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യാറുണ്ട്. ഈ റൂം അതുപോലെ പറഞ്ഞായിരുന്നു കേട്ടോ. ഇത്തവണത്തെ വർക്കല യാത്ര ഇത്ര സ്പെഷ്യൽ ആവാനുള്ള ഒരു പ്രധാന കാരണം ഈ വീടും കൂടിയായിരുന്നു. നിങ്ങൾ അടുത്തെങ്ങാനും വർക്കലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓറ ഹോം സ്റ്റേസ് ഒരു അടിപൊളി ഓപ്ഷൻ ആയിരിക്കും. അഫോർഡബിൾ റേറ്റിലുള്ള റൂമുകൾ കൂടാതെ ഡോർമെറ്ററി ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിടത്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഇവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടു കേട്ടോ. ബൈ ഓൾ.